നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്ര ജാതരുടെ ഏകദേശം 33 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ശുക്ര രവി ദശകാലങ്ങളിലെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഏതൊരു ഉത്രട്ടാതി നക്ഷത്ര ജാതകനും ജനിക്കുന്നത് ശനിദശാകാലത്തിലാണ്. ശനിദശാകാലം എന്ന് പറയുന്നത് 19 വർഷമാണ് അതിൻ്റെ കാലദൈർഘ്യം. എന്നാൽ എല്ലാ ഉത്രട്ടാതി നക്ഷത്രജാതർക്കും ശനിദശാകാലം എന്ന് പറയുന്ന പ്രാരംഭ ദശാകാലം 19 വർഷക്കാലം കിട്ടില്ല. ജനന സമയത്തെ ആശ്രയിച്ച് ചിലപ്പോൾ 9 വർഷമായിരിക്കാം, ചിലപ്പോൾ 7 വർഷമായിരിക്കാം, ചിലപ്പോൾ 19 വർഷമായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഏകദേശം കണക്കിന് വേണ്ടിയിട്ട് ശനിദശാകാലം ഒരു 9 വർഷം എന്ന് നിജപ്പെടുത്തുകയാണ്. അങ്ങനെ നിജപ്പെടുത്തിയാൽ ജനനം മുതൽ 9 വയസ്സ് വരെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിദശാകാലവും 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ബുധദശാകാലവും 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ കേതുദശാകാലവും 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ശുക്രദശാകാലവും 53 വയസ്സ് മുതൽ 59 വയസ്സ് വരെ രവിദശാകാലവുമാണ്. അപ്പം നമ്മളിനി ഉത്രട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ച് ചെയ്യാനുള്ള വീഡിയോ എന്ന് പറയുന്നത് 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ദശാകാലങ്ങളെ കുറിച്ചാണ്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഒരു ഉത്രട്ടാതി നക്ഷത്രജാതന് ശുക്രദശാകാലമാണ്. ഈ ശുക്രദശാകാല ഫലം എന്തൊക്കെയായിരിക്കും? ശുക്രദശാകാല ഫലം പറയുമ്പോൾ ഏതൊരു ഉത്രട്ടാതി നക്ഷത്രജാതൻ്റെയും ജാതകം, ഗ്രഹനില ഇവകളിൽ ശുക്രൻ ഏത് ഭാവത്തിൽ ഏത് സ്ഥായിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ശുക്രൻ ശുഭഫലം നൽകുന്ന ആളായിട്ടാണ് നിൽക്കുന്നത്, അതോ നീചനായിട്ട് അശുഭഫലദാതാവായിട്ടാണ് നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ കൃത്യമായി ഫലം പറയാൻ പറ്റും. എങ്കിലും നമ്മൾ ശുക്രദശയെക്കുറിച്ച് ഗുണദോഷ ഫലം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം വെച്ചത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഉത്രട്ടാതി നക്ഷത്രജാതൻ്റെ 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ഒരു ശുക്രദശാകാലം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. കാരണം ക്ഷേമ നക്ഷത്രാധിപതി എന്ന് പറയുക. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എങ്കിലും ജാതകപ്രകാരം ശുക്രൻ ഗുണഫലദാതാവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഫലം വരും? വിവാഹം നടക്കുന്നേ. ആർക്ക്? ഈ നക്ഷത്രജാതർക്ക് ഇതുവരെ വിവാഹമായിട്ടില്ലെങ്കിൽ വിവാഹം നടക്കും. ഇനി അതല്ല, അവർക്ക് വിവാഹമായെങ്കിൽ അവരുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ സ്ത്രീജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, സ്വർണ്ണാഭരണങ്ങളുടെ ലഭ്യത, വിശേഷ വസ്ത്രാഭരണങ്ങളുടെ ലഭ്യത, ഇത് പ്രതീക്ഷിക്കാം. വാഹനം പ്രതീക്ഷിക്കാം, വാഹനം ലഭിക്കും. വീട് മാറി താമസിക്കാൻ പറ്റും, വീട് ലഭിക്കും. സൗന്ദര്യ വസ്തുക്കളുടെയും സുഗന്ധ വസ്തുക്കളുടെയും ലഭ്യതയും നേട്ടവും ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശാരീരികപരമായിട്ടുള്ള സെക്സ് വിഷയങ്ങളിലൊക്കെ സംതൃപ്തി ഉണ്ടാകും, മനസ്സന്തോഷം ഉണ്ടാകും. മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് സന്തോഷകരമായൊരു ജീവിതത്തിലൂടെ നയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഭക്ഷണ സൗഖ്യം കിട്ടും, ഭക്ഷണപരമായിട്ടുള്ള സുഖം കിട്ടും. ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള കട്ടിലിലൊക്കെ കിടന്നുറങ്ങാൻ പറ്റും. ആഡംബര നിർബന്ധമായിട്ടുള്ള വീട്ടിൽ സമയം ചിലവഴിക്കാൻ പറ്റും. കുതിരകളൊക്കെ വസിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു ഉല്ലാസ യാത്രയെങ്കിലും പോകാൻ പറ്റും. അതായത് ശുക്രൻ ഗുണവാനാണെങ്കിൽ, ബലവാനാണെങ്കിൽ നേടാൻ പറ്റാത്ത നേട്ടങ്ങളൊന്നുമില്ല. പിരിഞ്ഞു കഴിയുന്ന ദമ്പതിമാരെ സംബന്ധിച്ച് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിലും ശുക്രൻ ശുഭനായിട്ട് ദശാദാസനായിട്ട് വരികയാണെങ്കിൽ പിണക്കോ എല്ലാം മറന്ന് അവരൊരുമിക്കും. ശുക്രൻ മദനകാരകനാണ്, മംഗളകാരകനാണ്. അപ്പോൾ മദനകാരകനായിട്ടുള്ള ശുക്രൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ദാമ്പത്യ ജീവിതത്തെയാണ്. ദാമ്പത്യ ജീവിതത്തെയും ശാരീരികമായിട്ടുള്ള സെക്സ് വിഷയങ്ങളെയും അതിന് വേണ്ടുന്ന വട്ടം കൂട്ടലുകളെ, സുഗന്ധദ്രവ്യങ്ങൾ, ചിത്രപ്പണികളുള്ള ശയനമന്ദിരം, ഇതെല്ലാം ശുക്രനെ സ്വാധീനിച്ചാണ് വരുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ജലാശയ നിർമ്മാണം ശുക്രനെ സംബന്ധിച്ചാണ് വരുന്നത്. ശുക്രദശാകാലത്ത് ജലാശയം ഉണ്ടാക്കാൻ പറ്റുക.
അല്ലെങ്കിൽ ജലാശയങ്ങൾ ഉള്ള പ്രദേശത്ത് നമ്മൾ വീട് പിടിച്ച് താമസിക്കുക. ഇതൊക്കെ ശുക്രൻ ശുഭനാണെങ്കിൽ വന്ന് ഭവിക്കാനിടയുള്ള ഫലങ്ങളാണ്. ശുക്രദശാകാലത്ത് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ മുഖേനയുള്ള ധനലാഭം, സ്ത്രീജനങ്ങളുടെ സന്തോഷം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ പറയാം. ഇനി ഇതിൻ്റെ വിപരീതമായിട്ട് ശുക്രൻ ബലവാനല്ല, ശുക്രൻ നീചനാകുന്നു, ശുക്രൻ ദോഷഫലദാതാവായിട്ടുള്ള അവസ്ഥയിലാണ് ശുക്രദശ വരുന്നതെങ്കിലും സ്ത്രീജനങ്ങളുമായിട്ട് വിരോധമുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള പീഡന കേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിപിടി കേസിലോ പെണ്ണുങ്ങൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ഏതെങ്കിലും കേസിലകപ്പെടും. കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരും. ഭാര്യയുമായിട്ട് കലഹമുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ട് വഴിക്കാകും. ഇല്ലാത്ത വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ലൈംഗിക സംബന്ധമുള്ള രോഗങ്ങൾ പ്രതീക്ഷിക്കാം. ലൈംഗികപരമായിട്ടുള്ള താല്പര്യക്കുറവ് പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക വിഷയങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല, ഒരു താല്പര്യമില്ല. ഇനി അതിനു വേണ്ടി പരിശ്രമിച്ചാലോ അതിലും കഴിവിൻ്റെ കാര്യശേഷി കുറവുണ്ടാകും. ഭാര്യ ജീവിച്ചിരിക്കുക, സുന്ദരിയായിട്ടുള്ള ഭാര്യ ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുക, ഭാര്യ ജീവിച്ചിരിക്കുക ഏതെങ്കിലും ലൈംഗിക തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ അടുത്ത് ഈ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പോകാനിടയുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് സുന്ദരനും സുമുഖനും ആരോഗ്യദൃഢഗാത്രനുമായിട്ടുള്ള ഭർത്താവ് ജീവിച്ചിരിക്കുക ഏതെങ്കിലും താഴ്ന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുമായിട്ടോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടോ ഒക്കെ സഹവസിക്കാനിടയുണ്ട്. സുന്ദരന്മാരെ കാണുമ്പോൾ ഒരിളക്കം ഉണ്ടാകാനിടയുണ്ട് ഭാര്യമാർക്ക്. സുന്ദരിമാരെ കാണുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഭർത്താക്കന്മാർക്കുണ്ടാകേണ്ടതുണ്ട്. അതായത് പ്രണയ വിഷയങ്ങളെയും രതി വിഷയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ട് നല്ലത് തരുന്നതും ചീത്ത തരുന്നതും ശുക്രനാണ്. ജാരസംസർഗത്തിന് വഴി വെക്കുന്നത് ഏതെങ്കിലും വേലിയോ മതിലോ ചാടി ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി വഴി വെക്കുന്ന ശുക്രനാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നാട്ടുകാരെ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നതും ശുക്രനാണ്. അത് ശുക്രൻ്റെ ശുഭാശുഭ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. ശുക്രദശാകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക സംബന്ധമായ രോഗദുരിതങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നീചനായിട്ടുള്ള ശുക്രൻ്റെ അവസ്ഥയിൽ കുടുംബ ബന്ധങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ പാകപ്പിഴകളും തളർച്ചയും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ശുക്രൻ പിഴച്ചു പോയി, എന്താ അതിനൊരു പരിഹാരം? വെള്ളിയാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക, പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്തി പോവുക. ശുഭനായിട്ടുള്ള ശുക്രൻ രാജകീയ പദവി വരെ അധികാരസ്ഥാനങ്ങളൊക്കെ ഉദ്യോഗമൊക്കെ ശുക്രൻ വിചാരിച്ചാൽ കിട്ടുന്നതാണ്. ഉദ്യോഗം കിട്ടും, വിദേശത്ത് പോകാൻ പറ്റും, പിന്നെ ഭരണ തലത്തിൽ ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതെല്ലാം നടക്കും. ഇതുകൂടാതെ നാട്യം, കല, ശാസ്ത്രം, അഭിനയം, സാഹിത്യം ഈ മേഖലയിലുമൊക്കെ ശുക്രൻ വില്ലനാണ്. ശുക്രൻ അനുകൂലമാണെങ്കിൽ ഈ രംഗത്തുമൊക്കെ ശ്രദ്ധിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇനി ശുക്രൻ ഏതനാണെങ്കിൽ എന്ത് ചെയ്താലും ഒന്നും ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയും ഉണ്ടാകും. ഇതാണ് ശുക്രനെ കുറിച്ച് നമുക്ക് ചുരുക്കി പറയാം. ഇനി അടുത്തത്, ഇവർക്ക് 53 വയസ്സ് മുതൽ 59 വയസ്സ് വരെ സൂര്യദശയാണെന്ന് പറഞ്ഞാൽ, ഇനി സൂര്യൻ ദശാകാലത്തിൽ എന്തായിരിക്കും ഫലം? ശുഭനായിട്ടുള്ള സൂര്യദശാകാലമാണെങ്കിൽ സർക്കീർത്തി വർദ്ധിക്കും, ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകും, ആരോഗ്യ പുഷ്ടി ഉണ്ടാകും, പിതാവിൽ നിന്ന് നേട്ടം അല്ലെങ്കിൽ പൈതൃക സ്വത്തുക്കളുടെ ലാഭമുണ്ടാകും, വനപർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയുണ്ടാകും, ആനക്കൊമ്പ്, പുലിനഖം പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളിൽ തീർത്ത ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ കൈവശം വരും. സർക്കാർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാൻ രാജപ്രീതി എന്നാണ് പറയുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വില കൂടിയ വാഹനങ്ങളിലുള്ള യാത്ര പ്രതീക്ഷിക്കാം. രാജകീയ ചിഹ്നം പതിപ്പിച്ച യൂണിഫോം ധരിക്കേണ്ടി വന്നേക്കാം. തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജകീയ ചിഹ്നം പതിപ്പിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഉന്നതന്മാരുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണം, ചങ്ങാത്തം, ഭക്ഷണമേശയിലെ പങ്കാളിത്തം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ശുഭനായിട്ടുള്ള സൂര്യദശയിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഹൃദയരോഗത്തിന് പരിഹാരമുണ്ടാകും, നേത്രരോഗത്തിന് പരിഹാരമുണ്ടാകും, ദന്തരോഗത്തിന് പരിഹാരമുണ്ടാകും, ചർമ്മസംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാകും, പിതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരും, പിതാവിൻ്റെ സ്വത്ത് കൈവശം വരും, സൽകീർത്തി വർദ്ധിക്കും, എല്ലാ അർത്ഥത്തിലും അടിപൊളി സുഖജീവിതം നയിക്കാൻ പറ്റും. ശിവക്ഷേത്രങ്ങളും ശൈവാഗമ പ്രദേശങ്ങളെന്നാണ് പറയുക. ശിവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ശിവനെ പൂജിക്കുന്നവരുമായിട്ടുള്ള സഹവാസങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങൾ ധാരാളമായിട്ട് കിട്ടും. ഇനി സൂര്യൻ നീചനോ ബലമില്ലാത്തവനോ ആണെങ്കിലോ 8ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ പോരാ, പണിയുടെ പുറത്ത് പണിയായിരിക്കും. സൂര്യൻ ബലവാനല്ല, സൂര്യൻ നീചാവസ്ഥയിലാണെങ്കിൽ ഹൃദയരോഗം പ്രതീക്ഷിക്കാം, ദന്തരോഗം പ്രതീക്ഷിക്കാം. ഹൃദയരോഗം, ദന്തരോഗം, ചർമ്മരോഗം, ഈ 3 രോഗാവസ്ഥകളെ കരുതിയിരിക്കണം. പിതാവുമായിട്ടോ പൈതൃക സ്വത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടോ കേസ് വഴക്കുകൾ, അടി ഇടി തെറി, ഈ വിഷയങ്ങൾ ഉണ്ടാവാനുണ്ടായിട്ട്. അതുപോലെ തന്നെ എന്ത് കാര്യം നല്ല കാര്യം ചെയ്താൽ, തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചാൽ എപ്പോൾ പൊട്ടിപ്പോയി എപ്പോൾ തോറ്റെന്ന് ചോദിച്ചാൽ ഏത് തെരഞ്ഞെടുപ്പിൽ പോയാലും അവിടെ എല്ലാം പരാജയം വരും. ആരോഗ്യ സംബന്ധമായിട്ട് തന്നെ വിശ്രമ ജീവിതം നയിച്ച് കഴിയേണ്ട അവസ്ഥയിൽ ഈ കാര്യങ്ങൾ മാറും. അതുപോലെ തന്നെ ദുഷ്കീർത്തി വർദ്ധിക്കും. മുൻപ് ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടത് കൊണ്ട് തന്നെ ഡോക്ടർമാരെ സംബന്ധിച്ച് നിങ്ങൾ ഇനി ഗോതമ്പ് കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറയാനിടയുണ്ട്. കാരണം ഗോതമ്പാണ് സൂര്യൻ സ്വാധീനിക്കുന്ന ധാന്യവസ്തു. ഗോതമ്പ് കഴിച്ചാൽ മതി എന്ന് പറയാൻ സാധ്യതയുണ്ട്. ചെമ്പ് പാത്രങ്ങളോ ചെമ്പ് വസ്തുക്കളോ ചെമ്പിൽ തീർത്ത വസ്തുക്കളോ ഒക്കെ ആയിട്ട് ഇടപഴകാനുള്ള സാധ്യത. ശിവാലയങ്ങളും ശിവക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടി വരിക. ചുരുക്കം പറഞ്ഞാൽ വനപർവ്വത പ്രദേശങ്ങളിലൊക്കെ ആ സമയത്ത് കയറാൻ പോകാതിരിക്കുക നല്ലത്. അതുപോലെ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങൾ, യുദ്ധക്കളങ്ങളിലും ഒന്നും പോകണ്ട. ശിവനേന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. സൂര്യൻ നീതിയാണ്. കാരണം ഹൃദയ സംബന്ധമായ രോഗമോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ചർമ്മരോഗങ്ങളോ ദന്തരോഗങ്ങളോ ഒക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൻ്റെ സൂചന ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കോണം സൂര്യൻ നമ്മളോട് അത്ര അനുഭാവപൂർണ്ണത്തിലല്ല നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്നതെന്ന്. അത് മനസ്സിലാക്കിയാൽ കഴിയുന്നത്ര ജാഗ്രത ആരോഗ്യകാര്യത്തിൽ വേണം. അതിൽ വിട്ടുവീഴ്ചയരുത്. സാഹസികതയൊക്കെ ചെയ്യാൻ തോന്നിയ സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ മലയങ്ങ് കയറിയേക്കാം, അല്ലെങ്കിൽ ഞാൻ ആ ഏണിയൊക്കെ കയറിയ ടെറസങ്ങ് വൃത്തിയാക്കിയൊക്കെ, ഇങ്ങനെയൊക്കെയുള്ളൊരു അനാവശ്യ സാഹസികത പ്രവണത ഉണ്ടാകും. കയറരുത്, ചെയ്യരുത്, തലയും കൂടി താഴ്ത്തു വീഴും, ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോണ്ടി വരും. അപ്പോൾ സൂര്യദശാകാലത്തെ സംബന്ധിച്ചും നീചനാകുന്ന സൂര്യൻ എന്നാണ് പറയുന്നത്. എല്ലാ സൂര്യദശ അങ്ങനെയല്ല. അതുപോലെ തന്നെ പുലിനഖം, ആനക്കൊമ്പ്, ചർമ്മം, ഈ എന്താ പറയുക തുകലുൽപ്പന്നങ്ങൾ, ഇവയുടെയൊക്കെ ലഭ്യത, ഇവിടെയൊക്കെ കച്ചവടം ഒക്കെ ഒരു മ്ലാനതയാകുക, ഒരു ബുദ്ധിമുട്ടിലാവുക. പൊതുവെ പറഞ്ഞാൽ ഒരു വിളർച്ച ബാധിക്കുന്നതെന്ന് പറയില്ലേ. സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് എന്ത് പറ്റും? വിളർച്ച ബാധിക്കും. അപ്പം സൂര്യൻ ജാതകത്തിൽ പ്രതികൂലമാകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലം വന്നാൽ നമ്മളുടെ ജീവിതത്തിനും വിളർച്ച ബാധിക്കും എന്നാണ് അതിൻ്റെ ഒറ്റ മലയാളം. അവിടെ അതിനെന്താ പരിഹാരം? ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പരിഹാരം എന്താ? നമ്മൾ ഫലം മാത്രം, ഫലസാധ്യതകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അത് വരും, ഇത് വരും, മറ്റത് വരും, കോടീശ്വരനാകും അല്ലെങ്കിൽ കോടീശ്വരനാകത്തില്ല എന്ന് പറഞ്ഞാൽ പോരാ. പരിഹാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ പിഴച്ചാൽ സൂര്യനെ ഭജിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ കുളിച്ച് ഈറനോടുകൂടെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യദോഷ പരിഹാരമായിട്ട് പറയാറുണ്ട്. സൂര്യദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണെന്നും പറയാറുണ്ട്. രക്തചന്ദനം അരച്ച് നെറ്റിയിൽ തിലകം ധരിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. രക്തചന്ദനത്തിൻ്റെ മാല, രക്തചന്ദനത്തിൻ്റെ ഇതുകൊണ്ടുണ്ടാക്കിയ മാല, മുത്തുമാല,
ഞായറാഴ്ച ദിവസം ധരിക്കുന്നത് നല്ലതാണ്. ഇനി അതല്ല, സൂര്യൻ പിഴച്ചാൽ മൂർത്തിയിലേക്ക് പോകണമെങ്കിൽ സൂര്യൻ്റെ മൂർത്തി രുദ്രനാണ്, ശിവൻ. നെറ്റിക്കണ്ണ് തുറന്നു നിൽക്കുന്നവനർത്ഥം. ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, കൂവളമാല സമർപ്പിക്കുക, കൂവളത്തിൻ്റെ ഇല കൊണ്ടുള്ള അർച്ചനകൾ നടത്തുക, കടുംപായസം പോലുള്ള നിവേദ്യം സമർപ്പിക്കുക. ഇതാണ് സൂര്യദോഷ പരിഹാരമായിട്ട് ജ്യോതിഷം വിധിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഇവരുടെ തന്നെ ഇനി പല പല പ്രായത്തിലുള്ള വീഡിയോകൾ വരാനുണ്ട്. അത്തരം വീഡിയോകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.